സ്പർശം പതിക്കുന്ന ഇതിഹാസ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നു ഗുരുവായൂരിൽ നിന്നൊരു യുവരാജാവ്, ഗുരുഭവനപുരിയുടെ ഇളമുറ തമ്പുരാൻ നാരായണപ്രിയൻ, ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥൻ. വരികയാണ് ഈ മണ്ണിന്റെ ആരവം നഗരുവാൻ ആണുങ്ങൾ പാടുന്ന പുന്നത്തൂർ കോട്ടയിലെ രാജകുമാരൻ വരികയാണ്. മാതംഗ മാണിക്യങ്ങൾ മാലയായി മാത്രം അണിയുവാനുള്ളതല്ലെന്നും മണ്ണിൽ ഗജപ്പിറവിക്കായി മാറ്റണമെന്നും ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചപ്പോൾ തമിഴക പെരുമയിൽ പിറവികൊണ്ടവൻ തനിനാടൻ അഴകിന്റെ സഖ്യ സൗന്ദര്യം തന്റെ തികവാർന്ന മേനിയിൽ കുടിയിരുത്തി വളർന്നപ്പോൾ ഗുരുവായൂരിലേക്ക് വിളിച്ച കണ്ണന്റെ പൊന്നുണ്ണി സിദ്ധാർത്ഥനെന്ന ഭക്തൻ, സിദ്ധാർത്ഥനെന്ന നാമം തന്നെ കാതിലോട് നടയിരുത്തിയപ്പോൾ പുതുതലമുറയുടെ എല്ലാ നായകനായി മാറിയവൻ, അത് മൂർച്ചയേറിയ വജ്രായുധങ്ങളും തന്റെ രാമനാഴിയിൽ ഉണ്ടെന്ന് തെളിയിക്കുവാൻ പാർത്ഥസാരഥിയായ കണ്ണനോട് അനുവാദവുമായി വന്നിരിക്കുന്നു നാരായണപ്രിയൻ, ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥൻ. പൊൻപുഴ യുവജന സമാജത്തിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ എഴുന്നള്ളി നിൽക്കുവാൻ വരികയാണവൻ. കോഴനാടിന്റെ കാടിന്റെ വെളിപ്പത്തിൽ കോടി കോടി സൂര്യപ്രഭയുമായി ഉദയം കൊണ്ട് രാജതേജസ് പിറവി കൊണ്ട് മണ്ണിൽ നിന്നും പെരുമയുള്ള പാമ്പാടിയിലേക്ക് പടികടന്നു വന്നവൻ. പാകം ചെയ്യുന്നതെല്ലാം പാടെ പകുത്തു നൽകുന്ന മൂടൻ കല്ലിന്റെ സ്നേഹം നുകർന്നു വളർന്നവൻ. അതെ, ഇവൻ കൈയും മെയ്യും വളർന്നപ്പോൾ വൻമരങ്ങളെ കളിത്തോടനാക്കിയ കരുത്തുറ്റ നായകൻ വലതുകാൽ അടുത്തു വെച്ച് പൂരം കൂടുവാൻ തുടങ്ങിയപ്പോൾ പൂരനായകന്റെ സ്ഥാനം നൽകി പാറമേ കാവിലമ്മെ അനുഗ്രഹിച്ച പൂരപ്രമാണി. അതെ, അറിയാത്തവരും പറയാത്തവരുമായി ഇനി ആരുമില്ലാത്ത രാജാധിരാജനിത ഇത്തിത്താനത്തിന്റെ സ്വന്തം രാജൻ, കടന്നു വന്നിരിക്കുകയാണ് രാജൻ. ആരാധക ലക്ഷങ്ങളുടെ ആരോമൽപുത്രനായ വിശ്വവീരസുന്ദരൻ, അഴകിന്റെ പുഷ്പബാണമെയ്യുന്ന രാജരാജഗന്ധർവൻ, വിശ്വസൗന്ദര്യം നേർമേനയിൽ ആവാഹിച്ച വശ്യസൗന്ദര്യതിലകം, പൊന്നിളം കാവിലമ്മിയുടെ മണ്ണിൽ പന്തടം പേറ്റിയ പട്ടവും ചൂടി നിന്ന ഒരേ ഒരു വീരൻ, ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ. ആരാധകരെ കാത്തിരിക്കുന്ന വീരപുരുഷൻ, അതെ, ഇവനെന്ന വടക്കൻ മഴക്കാട് കിടന്നാണ് കേരളത്തിൽ അക്ഷരമുറ്റത്ത് ചുവടുവച്ച വീരനായകൻ, ആരണ്യ പ്രജാപതി
ഇതിഹാസങ്ങൾ കിടന്നു നൽകിയ മണ്ണിലേക്ക് പ്രതിഭയുള്ള നായകനായി കടന്നു വരികയാണ് കേശവൻ. നേരിട്ട് നേടാനും നേരാട്ടത്തിന് എതിരിടാനും വരുന്നവർക്ക് മുന്നിൽ ആരാണ് താനെന്നും എന്താണ് ശൈലിയെന്നും കാണിച്ചു കൊടുത്ത കേശവൻ ഇന്നിന്റെ പോരാളിയും നാളെയുടെ ചക്രവർത്തിയുമാകുവാൻ രാജപുത്ര വീഥികൾ കടന്നു വന്ന പുതുപ്പള്ളി കേശവൻ. തനിക്കുതാൻ ചേർന്ന വേദികൾ തന്റേടത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച പുതുപ്പള്ളി ഗജനിയുടെ അഭിമാനമായ കേശവൻ താരമൂല്യങ്ങൾക്ക് ചേർന്ന തലക്കെട്ടും കെട്ടി താൻ തന്നെ രാജാവെന്ന് തെളിയിക്കുവാൻ തലപ്പൊക്കമോടെ ഇതാ കേശവൻ അവതരിക്കുന്നു. പൂരം പിറന്ന ആറാട്ടുപുഴയിൽ 3 പൂരങ്ങളും എഴുന്നള്ളിച്ചു നിന്ന് നായകനായ ഒരേ ഒരു കേശവൻ. മഠത്തിൽ കാവിൽ അമ്മയുടെ അനുവാദം വാങ്ങി പോരാട്ടത്തിന്റെ പുതുവേദികളിലേക്ക് നെഞ്ചിൽ വിളിച്ചിറങ്ങുന്ന കേശവൻ. പൂർണ്ണത്രയീശന്റെ മണ്ണിൽ ശീവേലി എടുത്തു തുടങ്ങിയാൽ പിന്നെ പൂരങ്ങളാകുന്ന പൂരങ്ങളിലെല്ലാം താരമായി നിറയുന്ന കേശവൻ. തീപാറുന്ന മത്സരങ്ങളിൽ നേരായ പോരാളി എന്ന കാലം വിധിയെഴുതിയ അതേ കേശവൻ വന്നത്തി നിൽക്കുന്നു. വിശ്വം നയിക്കുന്ന പ്രജാപതിയായി വംശത്തിന്റെ ആവേശം കാക്കുന്ന സൂര്യനായകനായി പഞ്ചബാന്ധവർ 5 പേരും വാഴുന്ന മണ്ണിലെ തികവാർന്ന ഭീമനായി എഴുന്നള്ളി നിൽക്കുന്നു. വരികയാണവൻ ദേവിവിലാസം ഭജന സമിതിയുടെ നായകൻ. ഏതു മണ്ണിലും ഏതു മനസ്സിലും താരശോഭയോടെ തിളങ്ങി നിൽക്കുവാൻ പഠിപ്പിക്കുന്ന സാരഥി കൊല്ലംകാലം മനോജിന്റെ കൂട്ടിന് കൂട്ടായി കൂടെയുള്ള കടങ്ങളുടെ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വന്ന് അവതരിച്ചിരിക്കുന്നു വരണ്ട വിശ്വ പ്രജാപതി പുതുപ്പള്ളി കേശവൻ. ആരവങ്ങളെ ഈ മണ്ണിനെ ആഘോഷത്തിന്റെ പലകോടിയിൽ എത്തിക്കുമ്പോൾ ഇതാ ശ്രീദേവി യുവജന സമാജം ചിറവമുട്ടത്തിന്റെ നായകൻ കടന്നു വരുന്നു.